യുഎസിൽ ഒരു F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തകർന്നു വീണു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. വൻ സ്ഫോടനത്തോടെയാണ് തകർന്നു വീണത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ് തകർന്നു വീണത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം ദുരൂഹമായി തുടരുകയാണെങ്കിലും അതിലുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പോഴിത് യുഎസിലെ സാൻ ഡിയാഗോയിലെ മിറാമർ എയർ ബേസിന് സമീപമാണ് F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തകർന്നു വീഴുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിക്കൊണ്ട് US മറൈൻ കോർപ്സ് പറഞ്ഞത്, കാലിഫോർണിയയിൽ തകർന്നു വീഴുന്നതിന് മുമ്പ് F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയ പൈലറ്റ് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മറൈൻ കോർപ്സ് പുതുക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പൈലറ്റ് പുറത്തേക്ക് ചാടിയെന്നും ചെറിയ പരിക്കുകൾ ഉണ്ടായി, ജീവന് ഭീഷണിയില്ല എന്നുമായിരുന്നു. ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായി അടുത്തുള്ള ഒരു മെഡിക്കൽ സെൻ്ററിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. സ്ഥിരതയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം എന്നാണ് നിലവിൽ സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി സംഭവങ്ങളുടെ ഗൗരവം വളരെ വലുതാണ് എന്ന് നാട്ടുകാർക്കും മനസ്സിലായി. അപകടത്തിൻ്റെ അനന്തരഫലങ്ങളുടെ വീഡിയോയാണ് പുറത്തു വന്നത്. ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത ആകാശ വീഡിയോയിൽ മണ്ണ് നിറഞ്ഞ വയലിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് നമുക്ക് കാണാനായി സാധിക്കും. നിരവധി സൈനിക അഗ്നിശമന വാഹനങ്ങളും ആളുകളും സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വെളുത്ത ജ്വാല, പ്രതിരോധ മരുന്ന് നിലത്ത് തെറിച്ചു വീഴുന്നതും കുറഞ്ഞത് ഒരാൾ ഫയർ ഹോസ് ഉപയോഗിച്ച് അവശിഷ്ടങ്ങളിൽ വെള്ളം തളിക്കുന്നതും കാണും. അപകട സ്ഥലത്ത് സമീപം തീ അണയ്ക്കുന്നതിനായി അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്ത് ഉണ്ടെന്ന് സാൻ ഡിയാഗോ ഫയർ വക്താവ് കാൻഡിസ് ഹാഡ്ലിയും പറയുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങളുള്ള ആരെങ്കിലും മറൈൻ കോർപ്സ് എയർ സ്റ്റേഷൻ മിറാമിനെ ബന്ധപ്പെടണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഫോടനത്തോടൊപ്പം തീപിടുത്തവും ഉണ്ടായതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ചെറിയൊരു അപകടമല്ല, വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. F-35 ആണ് തകർന്നു വീണിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനുമായി യുദ്ധം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിരന്തര വിധത്തിലുള്ള സ്ഫോടനങ്ങൾ ഒരു തുടർക്കഥയായി മാറുകയാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.